ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കുഴുവേലിപ്പടിയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് കുഴുവേലിപ്പടി വരുന്നത്. അവിടെ 2 വീടുകൾ വന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള രീതിയിൽ മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ചതാണ് 2 വീടുകളും. ഒരു വീട് വരുന്നത് 4.47 സെൻറ്റ് സ്ഥലത്താണ്, 2200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്. അടുത്ത വീട് 4.17 സെൻറ്റ് സ്ഥലത്താണ്, അത് 2100 സ്ക്വയർ ഫീറ്റും. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വിദ്യോദയ സ്കൂളിലേക്ക് വരുന്നത് 2 കിലോമീറ്ററാണ്. KME എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് വരുന്നത്. ആലുവയിലേക്ക് നമുക്കൊരു 8 കിലോമീറ്റർ ഉണ്ടാകും. അതുപോലെ തന്നെ ഇടപ്പള്ളിയിലേക്ക് ഒരു 9 കിലോമീറ്ററും ദൂരമുണ്ടാകും. മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ വില്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ, ഈ കാണുന്ന വീടുകളെ കുറിച്ചാണ്. മോഡേൺ കണ്ടംപററി സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബോക്സി ടൈപ്പ് എലവേഷനാണ് വരുന്നത്. ഒരു വീട്, ആദ്യം കാണുന്ന വീടാണ് 4.47 സെൻറ്റ് വരുന്നത്. രണ്ടും ഏകദേശം ഒരേ എലവേഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ വീട് 4.17 സെൻറ്റ് സ്ഥലത്താണ് വരുന്നത്. വീടിൻ്റെ എലവേഷൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഭാഗത്ത് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. ഇവിടെ നമുക്ക് ടെറാക്കോട്ട ടൈലുകൾ പതിപ്പിച്ച ഒരു ഏരിയ കാണാം. ജനലെല്ലാം വരുന്ന UPVC വിൻഡോസാണ്. മൊത്തത്തിൽ ഒരു മനോഹരമായിട്ടുള്ള മോഡേൺ ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇതാണ് റോഡ്. 5 മീറ്റർ വിടുത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഇതാണ് മതിൽ, സിമ്പിളായിട്ടുള്ള മതിൽ. ഇവിടെ വുഡൻ ഡിസൈനുള്ള ടൈലുകൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു ഫോൾഡിങ് ഗേറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ 2 വശത്തും റോഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റും ക്രോസ് വെന്റിലേഷനും എല്ലാം വീടിന് അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു ബോക്സി ടൈപ്പ് ഡിസൈൻ മതിലിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് മതിലുകൾക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് സെൻട്രൽ ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ UPVC വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് അളവിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ കിണറുകളെല്ലാം കിഴക്ക് വടക്കേ മൂലയിൽ കൃത്യമായി സ്ഥാനം നിർണ്ണയിച്ച് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ടൈലുകളുടെ ഡിസൈൻ വർക്ക് കാണാം. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ 2 സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു UPVC വിൻഡോ 2 പാളികൾ കാണാം. ഇതാണ് മെയിൻ ഡോർ. തേക്കുണ്ടിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു വലിയ ഹാൻഡിലും വുഡൻ ഹാൻഡിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. നേരെ തന്നെ നമ്മൾ നോക്കുന്നത് ഈ കാണുന്ന TV യൂണിറ്റിലേക്കാണ്. ലൂവേഴ്സിൻ്റെ ഡിസൈൻ വർക്ക് അവിടെ കാണാം. സെൻട്രൽ ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. വുഡൻ ഡിസൈനാണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ UPVC വിൻഡോസാണ് വീടിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു 2 പാളി വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് പാർട്ടീഷൻ വാൾ വരുന്നത്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടീഷൻ വാൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള ടൈലുകളാണ്. 2x2 ടൈലുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. ഇതിന് പുറത്ത് കാർ പാർക്കിംഗ് സൗകര്യമാണ് നൽകിയിരിക്കുന്നത്. 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത്യാവശ്യം വലിയ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഇവിടെ വരുമ്പോൾ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണ്.
ഇവിടെ സെൻറ്റർ ഭാഗത്ത് ടൈലാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ലൂവേഴ്സിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സെറയുടെ വാഷ് ബേസിൻ. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. വാനിറ്റി കൗണ്ടർ വുഡൻ ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തുമായിട്ട് 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. അതിന് മുമ്പ് നമുക്ക് കിച്ചൺ നോക്കേണ്ടതുണ്ട്. മുകളിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. അതിന് താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഇൻവെർട്ടറിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ ഡോറ് ഇതാണ്. ഗ്ലാസ് വുഡും ഉപയോഗിച്ചിട്ടാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൊറോക്കൻ ടൈലുകളെല്ലാം പതിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കോർണറിലാണ് ഈ കാണുന്ന ജനലുകൾ വരുന്നത്. മുകളിലും താഴെയും നമുക്ക് കബോർഡുകൾ കാണാം. താഴെ വുഡൻ ഡിസൈനിലാണ് കബോർഡുകൾ നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു വർക്ക് ഏരിയ നമുക്കിവിടെ ചെയ്തെടുക്കാവുന്നതുമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഈ വാഷ് കൗണ്ടറിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. 2 ബെഡ്റൂമുകൾക്കും അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പാഴകളുള്ള ഓരോ ജനൽ ഈ വശത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗിലേക്ക് വന്നാൽ നോക്കിയാൽ അറിയാം, ഒരുപാട് ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള വളരെ മിനിമലിസ്റ്റിക് രീതിയിലാണ് ഫോൾ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയ കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ 3 പാഴയുള്ള വാർഡ്രോബാണ്. മൾട്ടിവുഡിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ FRP ഡോറുകളാണ് ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കുട്ടിൻ്റെ ഡിസൈൻ തന്നെയാണ് അതിന് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. വെറ്റും ഡ്രൈയുമായിട്ട് ഈ ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, എക്സോസ്റ്റ് ഫാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷവർ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായിട്ടാണ് സെറയുടെ ഒരു ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ, മിറർ, LED ലൈറ്റ് എന്നിവ അവിടെ വരും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ജനലുകളെല്ലാം വലിയ ജനലുകളാണ്. വെന്റിലേഷന് വളരെയധികം പ്രാധാന്യം ഈ വീടിന് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ജനലുകൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഒരു വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. നേരത്തെ കണ്ട വാർഡ്രോബ് പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക്, കോവ് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ഒരു ബാത്റൂമാണ്. വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെയും തിരിച്ചിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ടൈലുകളും ഏകദേശം സെയിം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. താഴത്തെ നിലയിൽ കണ്ടത് സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ് സ്പേസ്, പിന്നെ കിച്ചൺ, വർക്ക് ഏരിയക്കുള്ള സ്പേസ്, 2 ബെഡ്റൂം, അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ വുഡൻ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഡിസൈനിലാണ് വരുന്നത്. ഹാൻഡ് റെയിലിൻ്റെ ഈ ഭാഗം വരുന്നത് വുഡിലാണ്. താഴെ സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് തുറന്നിടാൻ. ലൈറ്റിങ്ങും ഓൾറെഡി വീടിൻ്റെ അകത്തേക്ക് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിന് മുകളിൽ ഫോൾ സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. 2 ബെഡ്റൂമുകൾ 2 വശങ്ങളിലായിട്ട് നൽകിയിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഇതാണ് ബാൽക്കണി. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഇവിടെ വയൽ ഏരിയ ആയിരുന്നു, പക്ഷേ ഇവിടെ ഒന്ന് വെള്ളപ്പൊക്കം ബാധിക്കാത്തൊരു പ്രദേശമാണ്. നല്ലൊരു ഏരിയ. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ വാർഡ്രോബാണിത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ, താഴെ വാനിറ്റി കൗണ്ടറുകളെല്ലാമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേസാണ്. ഇതാണ് ബാത്റൂം. ബാത്റൂമുകൾക്ക് ടൈലുകളിൽ മാത്രം അല്പം വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഡിസൈനുകളെല്ലാം സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
മുകളിലത്തെ നിലയിൽ വരുന്നത് 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഒരു 2 ബാൽക്കണി വരുന്നുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. വുഡൻ ടൈലുകളാണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഗോവണി നമുക്ക് ഉപയോഗിക്കാം. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റാണ്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റഡി ഏരിയയിലേക്കാണ്. ഇതാണ് സ്റ്റഡി ഏരിയ. സ്റ്റഡി ഏരിയയിൽ നിന്നും ഒരു ബാൽക്കണി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റഡി ഏരിയയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ബാൽക്കണി. എല്ലാം UPVC വിൻഡോസാണ്. സ്ലൈഡിങ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വാർഡ്രോബ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്നതാണ് ഈ വില്ല. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് നല്ല വലിപ്പമുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂവും വളരെ മനോഹരമാണ്. നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന ഒരു സ്പേസാണ് ഈ ബാൽക്കണി. ഇവിടെ വാർഡ്രോബ് കൂടെ കൊടുത്തിട്ടുണ്ട്. 2 വശത്തും ജനൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. എല്ലാ ബാത്റൂമുകളും വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ബാത്റൂമുകളെല്ലാം ഒരേപോലെയാണ്, അതുകൊണ്ടാണ് കൂടുതൽ വിശദമായിട്ട് ഇനി കാണിക്കേണ്ടാത്തത്. അപ്പോൾ ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. വലിയ ബാൽക്കണി. പാരപ്പറ്റ് നൽകിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുള്ളത്. 4.41 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വരുന്നത്. 4.17 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വരുന്നത്. അതിന് മുകളിലുള്ള വീട് വരുന്നത് 4.47 സെൻറ്റ് സ്ഥലത്തും. ഇത് 2100 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഈ വീടിൻ്റെ വില 97 ലക്ഷം രൂപയാണ്. മുകളിലുള്ള വീട് വരുന്നത് 2200 സ്ക്വയർ ഫീറ്റാണ്. അതിൻ്റെ വില വരുന്നത് 98 ലക്ഷം രൂപയുമാണ്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ, നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു നല്ല വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പുഴുവേലിപ്പടിയിലാണ്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം. നമ്മുടെ KME എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 4 കിലോമീറ്റർ തന്നെയാണ്. ആലുവയിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. എടപ്പള്ളിയിലേക്ക് ഒരു 9 കിലോമീറ്റർ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ നിർമ്മിച്ച ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.